എപ്പോഴും മഴ പെയ്യുന്ന സമയത്ത് മഴ ഗുണകരമാകാൻ വേണ്ടി ദുആ ചെയ്യണം. ആയിഷ ഉമ്മയിൽ നിന്ന് ഉദ്ധരിക്കുന്നുണ്ട്, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന ഇദാ റഅൽ മത്റ, പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഴ കണ്ടാൽ, മഴ വർഷിക്കുന്നത് കണ്ടാൽ അവിടുന്ന് ദുആ ചെയ്യുമായിരുന്നു, അല്ലാഹുമ്മ ജഅൽഹു സയ്യിബൻ നാഫിഅ, അല്ലാഹുവേ ഈ മഴ ഞങ്ങൾക്ക് ഉപകാരമുള്ള മഴയാക്കി തരണേ എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്യാറുണ്ടായിരുന്നു. അപ്പൊ മഴ പെയ്യുന്നത് കണ്ടാൽ ഈ പ്രാർത്ഥന നമ്മളും നമ്മുടെ ജീവിതത്തിൽ അധികരിപ്പിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. മറ്റൊരിടത്ത് കാണാം, ഇടിയുടെ ശബ്ദം കേട്ടാൽ നബി തങ്ങൾ ദുആ ചെയ്യുമായിരുന്നു, അല്ലാഹുമ്മ ലാ തഖ്തുൽനാ ബിഗളബിക വലാ തുഹ്ലിക്നാ ബിഅദാബിക വആഫിനാ ഖബല ദാലിക. അല്ലാഹുവേ, അല്ലാഹുമ്മ ലാ തഖ്തുൽനാ ബിഗളബിക, നിന്റെ ദേഷ്യം കൊണ്ട്, നിന്റെ കോപം കൊണ്ട് നീ ഒരിക്കലും ഞങ്ങളെ കൊല്ലരുത് റബ്ബേ എന്ന് ദുആ ചെയ്യാറുണ്ടായിരുന്നു. വലാ തുഹ്ലിക്നാ ബിഅദാബിക, നിന്റെ ശിക്ഷ കൊണ്ട് നീ ഞങ്ങളെ നശിപ്പിക്കരുത് അല്ലാഹ്. വആഫിനാ ഖബല ദാലിക, അതിന്റെയൊക്കെ മുമ്പ് ഞങ്ങൾക്ക് സമാധാനം നൽകണം, ഞങ്ങൾക്ക് രക്ഷ നൽകണം എന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാ സമയത്തും ദുആ ചെയ്യാറുണ്ടായിരുന്നു. ഇങ്ങനെയാണ് ഹബീബായ തങ്ങളുടെ മഴക്കാലത്തെ തങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചത്, മഴക്കാലത്തൊരിക്കലും മഴയെ ശപിക്കുക എന്നുള്ളതല്ല, മഴ ദുരിതമാവാതിരിക്കാൻ വേണ്ടി നമ്മൾ ദുആ ചെയ്യണം.